വീണ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ഓടിക്കയറും. അല്ല, കട്ടയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ കയറാൻ നോക്ക്. ഗോകുൽ പറഞ്ഞു സാർ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രമുഖ നടി ട്രോളി, ഇപ്പോൾ ആ നടിക്ക് ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് ഒക്കെ വരുന്നുണ്ട്, ഒക്കെ ശരി. അപ്പോൾ ഗോകുൽ പറഞ്ഞൊരു കാരണം ഇതുണ്ട്, ആ നടി അതിനെപ്പറ്റി പറയുമ്പോഴോ ട്രോൾ ചെയ്യുമ്പോഴോ സഹപ്രവർത്തകനെന്നോ അല്ലെങ്കിൽ അവിടെ സിനിമാ മേഖലയിലൊരു സീനിയർ ആക്ടർ എന്നോ നിലയിലൊരു ചിന്ത പോലും സിനിമ സഹപ്രവർത്തകർ പോലും ശരിക്കും പറഞ്ഞ ഭയങ്കര ട്രോളും വിമർശനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അതിലൊക്കെ അതിജീവിച്ച് ശരിക്കും പറഞ്ഞാൽ ഇതൊരു അതിജീവനത്തിൻ്റെ ഒരു വിജയം കൂടിയല്ലേ സാർ? ഒബ്വിയസ്ലി, ബിക്കോസ് നിങ്ങൾ സിൻസിയറാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ട്. അതിൻ്റെ മുന്നിൽ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി വിജയം നിങ്ങളെ ഫോളോ ചെയ്യും. അത് നിങ്ങൾ എപ്പോഴും ഇതൊക്കെ ഒരു പാഠമാണ് നമുക്ക് പഠിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഇതുപോലുള്ളൊരു വിജയം കാണുന്ന സമയത്ത് അതുകൊണ്ട് ആ വ്യക്തി ഇതെല്ലാം തരണം ചെയ്തു വന്നു, ഒറ്റയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ആ പാവം ഗോകുൽ പലപ്പോഴും അവൻ ഭയങ്കര സെൻറ്റിമെൻ്റൽ പയ്യനാണ്, ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ മെസ്സേജ് അയക്കും, നീ ഉണ്ടായിരിക്കുക, ഐ വിൽ ഡു ദ തിങ്സ്. ഇങ്ങനെയൊക്കെ എനിക്കറിയാം എന്തൊക്കെയാണ് അവർ പോയിട്ട്. എന്നിട്ടും അതിൽ നിന്ന് വരുന്ന സമയത്ത് എന്നിട്ടും ഇന്നലെ ഗൂഗിളിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. എനിക്ക് നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്നൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ആ കുട്ടിയെ വളർത്തിയിരിക്കുന്നതിൻ്റെ ഗുണമാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, ഓ ഞാനിപ്പോൾ ജയിച്ചു, ഇനിയിപ്പോൾ എനിക്ക് എന്തും പറയാം. നോ, ഹി സെറ്റ് ലൈക്ക് അത് കഴിഞ്ഞു, വിട്ടേക്ക്. അതാണ് ഞാൻ ഇന്നലെ ഫേസ്ബുക്ക് ലൈവിൽ കയറിയിട്ട് ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാനൊരു ലൈവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ വിട്ടേക്കും. ഒരാളെ നമ്മൾ ചൂഷണം ചെയ്യാം, മറ്റേ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട. അപ്പം അതുകൊണ്ട് ഈ വിജയം അദ്ദേഹം നിലനിർത്തട്ടെ. അതുപോലെ തന്നെ വരുന്ന 5 വർഷം ഈ കേരളത്തിലെ ജനങ്ങൾക്ക്, എസ്പെഷ്യലി തൃശ്ശൂർക്കാരാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു പൊസിഷൻ കൊടുത്തതും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു വിജയം ഉണ്ടാക്കി കൊടുത്തതും. അപ്പോൾ അതുകൊണ്ട് ആ തൃശ്ശൂർക്കാർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ മന്ത്രിയിലൂടെ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ഹാർഡ് വർക്കും നിങ്ങളിലും തൃശ്ശൂരിനും ഒരു പ്രോസ്പെറിറ്റി ആവട്ടെ. അതോടുകൂടിയിട്ട് കേരളത്തിനും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതിനകത്ത് ഗോകുൽ പറഞ്ഞു സാർ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രമുഖ നടി ട്രോളി, ഇപ്പോൾ ആ നടിക്ക് ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് ഒക്കെ വരുന്നുണ്ട്, ഒക്കെ ശരി. അപ്പോൾ ഗോകുൽ പറഞ്ഞൊരു കാരണം ഇതുണ്ട്, ആ നടി അതിനെപ്പറ്റി പറയുമ്പോഴോ ട്രോൾ ചെയ്യുമ്പോഴോ സഹപ്രവർത്തകനെന്നോ അല്ലെങ്കിൽ അവിടെ സിനിമാ മേഖലയിലൊരു സീനിയർ ആക്ടർ എന്നോ നിലയിലൊരു ചിന്ത പോലും വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഫേസ്ബുക്ക് ലൈവിൽ കയറി ഞാൻ പറഞ്ഞത്, ആ കുട്ടി ഒരു കുട്ടിയാണ്, ആ കുട്ടി ഒരു രാഷ്ട്രീയക്കാരിയാണ്. അപ്പം ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു സ്റ്റേജിൽ എന്തെങ്കിലും കാര്യത്തിൽ വിളിക്കുന്ന സമയത്ത് പറയുന്ന 2 കയ്യടി കിട്ടുമ്പോൾ ആവേശത്തിൽ നമ്മൾ പലതും പറഞ്ഞു. പക്ഷെ ആ പറയുന്ന സമയത്ത് മറ്റുള്ളവർക്ക് എത്ര വേദന വരും എന്ന് ചിന്തിക്കാനുള്ള കഴിവുള്ള ആ മെച്യൂരിറ്റി ആയിട്ടില്ല. ഇപ്പം ആ കുട്ടി വിഷമിക്കുന്നുണ്ടായിരുന്നു, ഞാൻ എന്തിനെന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു വീണ് കിടക്കുന്ന മരത്തിൻ്റെ മുകളിൽ കയറണം. വീണ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ഓടിക്കയറും. അല്ല, കട്ടയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ കയറാൻ നോക്ക്. അവിടെയാണ് നമ്മുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ മാധ്യമത്തിൽ കൂടിയും നിങ്ങളിൽ കൂടിയും ഞാൻ പറയുന്നു, ആ കുട്ടീനെ ഇനി അറ്റാക്ക് ചെയ്യുന്നത് തെറ്റാണ്. ഒരു പെൺകുട്ടിയാണ്, ആ കുട്ടിക്കൊണ്ടൊരു അച്ഛനും. അതുകൊണ്ട് അത് അബദ്ധവശാൽ ഇങ്ങനൊന്നും ചെയ്തു. സുരേഷ് ഗോപിയോടും മാപ്പ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം കൊടുത്ത സ്ഥിതിക്കും അവരുടെ ഫാമിലി കൊടുത്ത സ്ഥിതിക്കും നമ്മളാരാവില്ല. സോ ലീവ് ദാറ്റ് ചാപ്റ്റർ. സാർ ഏതൊക്കെ നമുക്ക് കിട്ടുന്ന എങ്ങനെ എന്തെങ്കിലും സാർ പറഞ്ഞു കേന്ദ്രമന്ത്രി എന്ന് ഇല്ല, അതില്ല, ഏത് വകുപ്പാന്നുള്ളതെന്ന് അറിയില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ടൂറിസം എന്നുള്ളത് നമ്മുടെ കേരളത്തിനകത്ത് വളരെയധികം ഡെവലപ്പ് ചെയ്യാനുള്ള സ്കോപ്പുള്ളൊരു സംഭവം. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ സുരേഷ് സാറിന് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കേരളത്തിന് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. പാർട്ടിയൊന്നും നോക്കണ്ട, ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത് കേരളത്തിലുള്ള ബെനിഫിറ്റ്, അല്ലാതെ ഇവിടെ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല. കേരളത്തിൻ്റെ ജനതയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ബെനിഫിറ്റ് അവിടെ നിന്ന് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അതെല്ലാം കൊണ്ടുവരണം. അപ്പോൾ അതെല്ലാം അദ്ദേഹത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കൂടെ നിൽക്കാം. ഓക്കെ, താങ്ക് യു. ജയ് ഹിന്ദ്.